പാടുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിനും നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. ദൃശ്യൻ ദൈവവുമാ നിത്യപിതാവിനും അവിടുത്തെ പൊൻസുതനേശു ക്രിസ്തുവിനും നിത്യ നമസ്കൃതി ചെയ്യുക നാം. ഹൃദയം നിറയുമെടുമ്പാടും അകതളിരിൽ നൽ സ്നേഹമോടും മധുരവചസ്സാൽ വാഴ്ത്തിടുകിൽ ഉചിതവും അപ്പോൾ യുക്തവുമാ. പിഴ കാരണമായി മർത്യനു വന്ന കടം വീട്ടി ക്രിസ്തു നമുക്കായി തൻ രക്തം ചിന്തിയൊഴിച്ച ശിക്ഷകളും അവിടുത്തെ തിരുരക്തത്താൽ വിശ്വാസികളുടെ വീടുകളെ ശുദ്ധീകരണം ചെയ്യുന്ന നൽപെസഹ തിരുനാളിതുതാ. ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ഈജിപ്തിൻ അടിമത്തം വിട്ടെഴുന്നേൽക്കാൻ കഴിവോരാക്കിയ രാത്രിയുമേ കാൽനനയാതന്നവരെല്ലാം ചിന്തകൾ തരണം ചെയ്തിടാൻ കാരണമാക്കിയ രാവിതുതാൻ മഞ്ജുള കാന്തി എഴുന്നതുമേ. ക്രിസ്തീയരിൽ നിന്നൊഴിവാക്കി ദൈവവരാർപ്പണമേകുകയും ശുദ്ധിയുമായി ബന്ധിക്കുകയും തീത്തോടിനുടെ ദീപ്തിയതായി പാപക്കൂരിനു നീക്കുകയും ചെയ്തൊരു മുക്തമഹോന്നതമാം രാത്രമതാണീ വേളയിതും. മൃത്യുവതിൻ്റെ വിലങ്ങുകളെ തകർത്തു പദം പൊരുളാം ക്രിസ്തുവുയർത്തു രാത്രിയിലെ നിസ്തുല മോഹനമായതുതാ. രക്ഷയതില്ലായിരുന്നുവെങ്കിൽ നിഷ്ഫലമായി നീ ജന്മം പോലും. ഞങ്ങളോടുള്ള വാത്സല്യമോർത്താൽ വർണ്ണനാതീത സമുദ്രതുല്യം എത്രയുയർന്ന കൃപാതിരേകം പാവനാതീതമാം സ്നേഹശീലം നീജനമേഴയെ വീണ്ടുകൊള്ളുവാൻ സൂനുവെ അങ്ങു ബലി കഴിച്ചു. ക്രിസ്തുവിൻ മൃത്യുവാൽ ഭഗ്നമായി പാദത്തിൻ പാപങ്ങളാകമാനം രക്ഷകൻ ഭൂവിൽ പിറക്കുവാനായി ആവശ്യമായി വന്നു പാപമപ്പോൾ. ആകയാൽ രക്ഷകനാഗമിക്കാൻ ഏതുവാൻ പാപമേ ഭാഗ്യപൂർണം. ഈരാവൻ ശുദ്ധിയ ധർമ്മമെല്ലാം നേരായി തന്നെ തുരത്തിയിടുന്നു. പാപം കഴുകിക്കളഞ്ഞിടുന്നു, വീഴുവോർക്കാശ്വാസമേകിടുന്നു, ദുഷ്ടരെ നിർമ്മലരാക്കിയിടുന്നു. ഭൂസ്വർഗമേളന വേളയിതാ മർത്യൻ ദൈവത്തിങ്കലൊന്നു ചേരും ബുദ്ധനിശയുമേറുന്നു തന്നെ. തിരുസഭയിരാവിൽ നന്ദി പൂർവം തിരുമുൻപിൽ കാഴ്ചയണച്ചിടുന്നു. സായാനദീപയജ്ഞം കരുണയാൽ സ്വീകരിക്കണമേ നീ. പരമവിശുദ്ധനാം സ്വർഗ
താത അരുളിലെ ആശിസാനുഗ്രഹങ്ങൾ മലരിൽ നിന്നീച്ചകൾ ശേഖരിച്ച് എഴുകീത നൽകുന്നു ചേവടിയിൽ സഭയിലെ വൈദികരാലേറ്റം വടിപോൽ വിശിഷ്ട നിവേദ്യമായി കീർത്തിതമാകുമീ ദീപയഷ്ടി ആരാധനയ്ക്കായി ജ്വലിച്ചിടട്ടെ എത്ര പകർന്നാലും അക്ഷയമായി മുഗ്ധമായി ശോഭിപ്പതാണതേറ്റം ഈ വിളക്കിന്നൊരു രൂപം കൊടുക്കാൻ മാതൃഭാവത്തോടെ തേനീച്ചകൾ കൂട്ടിയ നന്മെഴുകി വിളക്കിൻ ദീപ്തനാളത്തെ വളർത്തിയിടട്ടെ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ പൊലിയാതെ കൂരിരുൾ നീക്കിടട്ടെ നറുമണം പാറുന്ന യാഗമായിന്നിത് കരുതി നീ കൈക്കൊള്ളാൻ കനിയണമേ അനുവദിക്കേണമദ്യോവിൻ വിളക്കുമായി ലളിതമാവാനീതിൻ കാന്തിയൊന്ന കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഇതു മഹിതോജ്വല ശോഭ ചൊരിയട്ടെ പുലർത്താരമായതും കണ്ടിടട്ടെ പാതാളത്തീന്നു മടങ്ങിയ സ്ഥാചലം കാണാതെ മാനവ വംശത്തിന്മേൽ കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ അവിടുത്തെ നാമമഹത്വത്തിനായി ശുദ്ധീകരിച്ചു തെളിച്ചൊരി കൈത്തിരി ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ ഒലിയാതെ കൂരിരുൾ നീക്കിടട്ടെ അക്ഷയ ജ്യോതിസായി ശോഭിക്കും നക്ഷത്രം നിൻ പ്രിയപുത്രനാം ക്രിസ്തുദേവൻ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നു മണ്ണിലും വിണ്ണിലും ദീപ്തിപൂർവം കർത്താവേ പ്രാർത്ഥിപ്പൂ ഞങ്ങൾ
ആരാധനക്രമത്തിൻ്റെ ഒന്നാം ഭാഗം തീ കത്തിക്കലും ദീപ തെളിയിക്കലും പെസഹ പ്രഘോഷണവും കഴിഞ്ഞു. ഇനി വചന പ്രഘോഷണമെന്ന രണ്ടാം ഭാഗത്തിലേക്ക് പഴയ നിയമത്തിൽ നിന്നുള്ള 7 വായനകളും പുതിയ നിയമത്തിലെ 2 വായനകളും നമുക്ക് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി ഉപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുൾ ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 1-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ. അത് ജലത്തെ 2ആയി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്ന് പേരിട്ടു. സന്ധ്യയായി പ്രഭാതമായി 2-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ. കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ച് കൂടിയ ജലത്തിന് കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുൾക്കൊള്ളുന്ന ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ഭൂമി എല്ലാത്തരം ഹരിതസസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോട് കൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു. അവ നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 3-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളുമായിരിക്കട്ടെ. ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു. ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശവിധാനത്തിൽ സ്ഥാപിച്ചു. അത് നല്ലതെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 4-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ. പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ. അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകലവിധ ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ. പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ.
സന്ധ്യയായി പ്രഭാതമായി 5-ാം ദിവസം. ദൈവം വീണ്ടും അരുൾ ചെയ്തു, ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും, കന്നുകാലികൾ, ഇഴജന്തുക്കൾ, കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവം എല്ലാ ഇനം കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു. അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു. ദൈവം വീണ്ടും അരുൾ ചെയ്തു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലികളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴയുന്ന സർവ്വജീവികളുടെയും മേൽ ആധിപത്യമുണ്ടായിരിക്കട്ടെ. അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു. സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം അവരെ ഇങ്ങനെ അനുഗ്രഹിച്ചു, സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവിൻ, ഭൂമിയിൽ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെ മേൽ നിങ്ങൾക്ക് ആധിപത്യമുണ്ടായിരിക്കട്ടെ. ദൈവം അരുൾ ചെയ്തു, ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കായ്ക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു. ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലതിനും ആഹാരമായി ഹരിത സസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചു. താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു. സന്ധ്യയായി പ്രഭാതമായി 6-ാം ദിവസം. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. ദൈവം തൻ്റെ ജോലി 7-ാം ദിവസം പൂർത്തിയാക്കി. താൻ തുടങ്ങിയ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് 7-ാം ദിവസം അവിടുന്ന് വിശ്രമിച്ചു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഭൂമിയുടെ മുഖം പുതുക്കേണമേ. എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക. എൻ്റെ ദൈവമേ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രം പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഭൂമിയുടെ മുഖം പുതുക്കേണമേ. അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉറപ്പിച്ചു. അതൊരിക്കലും ഇളകുകയില്ല. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്കുമീതേ നിന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഭൂമിയുടെ മുഖം പുതുക്കേണമേ. അവിടുന്ന് താഴ്വരകളിലേക്കുള്ളവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. ആകാശപ്പറവകൾ അവയുടെ തീരത്ത് വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഭൂമിയുടെ മുഖം പുതുക്കേണമേ. അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു.
അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ചു ഭൂമി തൃപ്തിയടയുന്നു. അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ല് മുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്നും ആഹാരം ലഭിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ചു ഭൂമിയുടെ മുഖം പുതുക്കേണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങേ എല്ലാ കരവേലകളുടെയും ക്രമത്തിൽ അങ്ങ് എത്രയോ വിസ്മയനീയൻ. കാലത്തിൻ്റെ തികവിൽ ഞങ്ങളുടെ പെസഹായായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടതൊഴികെ ആരംഭത്തിലുള്ള ലോകസൃഷ്ടിയേക്കാൾ മഹത്തരം മറ്റൊന്നില്ല എന്ന് അങ്ങേ വീണ്ടെടുക്കപ്പെട്ടവർ ഗ്രഹിക്കുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴും നിങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഈ പ്രാർത്ഥന അങ്ങ് കേട്ടറിയണമേ. ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. അക്കാലത്ത് ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളികേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്കൊരു ദഹനബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതയ്ക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. 3-ാം ദിവസം അവൻ തലയുയർത്തി നോക്കിയപ്പോൾ അകലെ ആ സ്ഥലം കണ്ടു. അവൻ വേലക്കാരോട് പറഞ്ഞു, കഴുതയുമായി നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞാനും മകനും അവിടെ പോയി ആരാധിച്ച് തിരിച്ചു വരാം. അബ്രാഹാം ദഹനബലിക്കുള്ള വിറകെടുത്ത് മകൻ ഇസഹാക്കിൻ്റെ ചുമലിൽ വെച്ചു. കത്തിയും തീയും അവൻ തന്നെ എടുത്തു. അവർ ഒരുമിച്ച് മുമ്പോട്ട് വന്നു. ഇസഹാക്ക് തൻ്റെ പിതാവായ അബ്രാഹത്തെ വിളിച്ചു. പിതാവേ. എന്താ മകനെ? അവൻ വിളികേട്ടു. ഇസഹാക്ക് പറഞ്ഞു, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? അവൻ മറുപടി പറഞ്ഞു, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അവരൊന്നിച്ച് മുമ്പോട്ട് പോയി. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹാം അവിടെ ഒരു ബലിപീഠം പണിതു. വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിനു മീതെ കിടത്തി. മകനെ ബലി കഴിക്കാൻ അബ്രാഹാം കത്തി കയ്യിലെടുത്തു. തൽക്ഷണം കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രാഹാം, അബ്രാഹാം എന്ന് വിളിച്ചു. ഇതാ ഞാൻ, അവൻ വിളികേട്ടു. കുട്ടിയുടെ മേൽ കൈവെക്കരുത്, അവനെ ഒന്നും ചെയ്യരുത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്കിപ്പോൾ ഉറപ്പായി. കാരണം നിന്റെ ഏകപുത്രനെ എനിക്ക് തരാൻ നീ മടി കാണിച്ചില്ല. അബ്രാഹാം തല പൊക്കി നോക്കിയപ്പോൾ തൻ്റെ പിന്നിൽ മുൾച്ചെടികളിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെ കണ്ടു. അവൻ അതിനെ മകനു പകരം ദഹനബലി അർപ്പിച്ചു. അബ്രാഹാം ആ സ്ഥലത്തിന് യാഹ്വേയിരെ എന്ന് പേരിട്ടു. കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നുവെന്ന് ഇന്നുവരെയും പറയപ്പെടുന്നു. കർത്താവിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് വീണ്ടും അബ്രാഹത്തെ വിളിച്ചു പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, നീ നിന്റെ ഏകപുത്രനെ പോലും എനിക്ക് തരാൻ മടിക്കായ്ക കൊണ്ട് ഞാൻ ശപഥം ചെയ്യുന്നു. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. നിന്റെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തിലെ മണൽത്തരികൾ പോലെയും ഞാൻ വർദ്ധിപ്പിക്കും. ശത്രുവിൻ്റെ നഗര കവാടങ്ങൾ അവർ പിടിച്ചെടുക്കും. നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ.
എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. കർത്താവേ, കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. ശരണം വെച്ചിരിക്കുന്നു. കർത്താവാണ് എൻ്റെ ഓഹരിയും പാനപാത്രവും. എൻ്റെ ഭാഗധേയം അവിടുത്തെ കരങ്ങളിലാണ്. കർത്താവ് എപ്പോഴും എൻ്റെ കൺമുമ്പിലുണ്ട്. അവിടുന്ന് എൻ്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങുകയില്ല. കർത്താവേ, കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അതിനാൽ എൻ്റെ ഹൃദയം സന്തോഷിക്കുകയും അന്തരംഗം ആനന്ദം കൊള്ളുകയും ചെയ്യുന്നു. അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. കർത്താവേ, കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു. അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത്തുകൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. കർത്താവേ, കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ. എന്നെ സംരക്ഷിക്കണമേ. എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വെച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ പരമപിതാവായ ദൈവമേ, ലോകമെങ്ങും ദത്തെടുപ്പിൻ്റെ കൃപ ചൊരിഞ്ഞ അങ്ങേ വാഗ്ദാനത്തിൻ്റെ മക്കളെ വർദ്ധിപ്പിക്കുകയും പെസഹാരഹസ്യം വഴി അങ്ങ് വാഗ്ദാനം ചെയ്ത പോലെ അങ്ങേ ദാസനായ അബ്രാഹത്തെ സകല ജനതകളുടെയും പിതാവാക്കുകയും ചെയ്തുവല്ലോ. അങ്ങേ തിരഞ്ഞെടുപ്പിൻ്റെ കൃപയിലേക്ക് യോഗ്യതയോടുകൂടെ പ്രവേശിക്കുവാൻ അങ്ങേ ജനത്തെ അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കേട്ടരുളണമേ. ആമേൻ. A reading from the book of Exodus. In those days the Lord said to Moses, "Why do you cry to me? Tell the people of Israel to go forward. Lift up your staff and stretch out your hand over the sea and divide it, that the people of Israel may go through the sea on dry ground. And I will harden the hearts of the Egyptians so that they shall go in after them. And I will get glory over Pharaoh and all his host, his chariots and his horsemen. And the Egyptians shall know that I am the Lord, when I have gained glory over Pharaoh, his chariots and his horsemen." Then the angel of God, who was going before the host of Israel, moved and went behind them. And the pillar of cloud moved from before them and stood behind them, coming between the host of Egypt and the host of Israel. And there was a cloud and the darkness, and it lit up the night without one coming near the other all night. Then Moses stretched out his hand over the sea, and the Lord drove the sea back by a strong east wind all night, and made the sea dry land. And the waters were divided, and the people of Israel went into the midst of the sea on dry ground, the waters being a wall to them on their right hand and on their left. The Egyptians pursued and went in after them into the midst of the sea, all Pharaoh's horses, his chariots, and his horsemen. And in the morning watch, the Lord, in a pillar of fire and of cloud, looked down on the Egyptian forces and threw the Egyptian forces into a panic, clogging their chariot wheels so that they drove heavily. And the Egyptians said, "Let us flee from before Israel, for the Lord fights for them against the Egyptians." Then the Lord said to Moses, "Stretch out your hand over the sea, that the waters may come back upon the Egyptians, upon their chariots and upon their horsemen." So Moses stretched out his hand over the sea, and the sea returned to its normal course. When the morning appeared, and as the Egyptians fled into it, the Lord threw the Egyptians into the midst of the sea.
The waters returned and covered the chariots and the horsemen and all the host of Pharaoh that had followed them into the sea. Not one of them remained. But the people of Israel walked on dry ground through the sea, the waters being a wall to them on their right hand and on their left. Thus the Lord saved Israel that day from the hand of the Egyptians. And Israel saw the Egyptians dead on the seashore. Israel saw the great power that the Lord used against the Egyptians. So the people feared the Lord, and they believed in the Lord and in his servant Moses. Then Moses and the people of Israel sang this song to the Lord, saying, I will sing to the Lord, for he has triumphed gloriously. The horse and his rider he has thrown into the sea. The word of the Lord. Thanks to be God. Responsorial Psalm. I will sing to the Lord, for he has triumphed gloriously. I will sing to the Lord, for he has triumphed gloriously. I will sing to the Lord, for he has triumphed gloriously. The horse and his rider he has thrown into the sea. The Lord is my strength and my song, and he has become my salvation. This is my God, and I will praise him. My Father's God, I will exalt him. Your response? I will sing to the Lord, for he has triumphed gloriously. The Lord is a man of war. The Lord is his name. Pharaoh's chariots and his host he cast into the sea, and his chosen officers were sunk in the Red Sea. Your response? I will sing to the Lord, for he has triumphed gloriously. The floods covered them. They went down into the depths like a stone. Your right hand, O Lord, glorious in power. Your right hand, O Lord, shatters the enemy. Your response? I will sing to the Lord, for he has triumphed gloriously. You will bring them in and plant them on your own mountain, the place, O Lord, which you have made for your abode, the sanctuary, O Lord, which your hands have established. The Lord will reign forever and ever. Your response? I will sing to the Lord, for he has triumphed gloriously. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, മുൻകാലങ്ങളിലെ അങ്ങേ അത്ഭുതങ്ങൾ ഞങ്ങളുടെ ഈ കാലയളവിലും മിന്നിത്തിളങ്ങുന്നതായി ഞങ്ങൾ അറിയുന്നു. അങ്ങേ വലതുകരത്തിൻ്റെ ശക്തിയാൽ ഫറവോയുടെ പീഡനത്തിൽ നിന്ന് മോചിപ്പിച്ച് ഒരു ജനതയ്ക്ക് നൽകിയത് ഇപ്പോൾ നവജന്മത്തിൻ്റെ ജലം വഴി